ബാബു ബജ്രംഗിയുടെ പേര് ഇനിയിപ്പോൾ നരേന്ദ്രഭായ് എന്നിട്ടാലോ, അല്ലെങ്കിൽ ബാബു ബജ്രംഗിയുടെ പേര് ഇനി വേറെ എന്തെങ്കിലും അമിത്ഷാ എന്ന് പേരിട്ടാലോ, അല്ലെങ്കിൽ ബാബു ബജ്രംഗി ഇനി മദർ തെരേസ എന്ന് വിളിച്ചാലോ ആ പ്രമേയം അതിൽ നിന്ന് പോകുന്നില്ല. ആ സിനിമയുടെ കോർ പ്രമേയം അതിൽ നിന്ന് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. ആ കാണുന്ന ആൾക്ക് അതെന്താണെന്ന് മനസ്സിലാവുക തന്നെ ചെയ്യും. മറ്റൊരു കാര്യം, ഈ സിനിമ തിയേറ്ററിലെത്തിയപ്പോൾ തന്നെ ഇത് സിനിമ എഴുതിയ മുരളി ഗോപി എന്താണ് ഉദ്ദേശിച്ചത് അത് സക്സസ്ഫുള്ളായി കഴിഞ്ഞു. മുരളി ഗോപി ഉദ്ദേശിച്ചത് എന്താവും, ആ ഒരു പ്ലോട്ട് ആ സിനിമയിൽ കൊണ്ടുവരുന്നതിലൂടെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ജെൻ സി തലമുറ മറന്നുപോയ അല്ലെങ്കിൽ അവരറിയാത്ത ഒരു കണ്ടംപററി ഹിസ്റ്ററി, ആ കണ്ടംപററി ഹിസ്റ്ററിയെ വീണ്ടും ഫ്ലോട്ട് ചെയ്യുകയാണ് മുരളി ഗോപി അത് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് നോക്കൂ, നമ്മൾ ചുമ്മാ വെറുതെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കുക. ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്തായിരുന്നു ഗോധ്ര കലാപം. ആ റീൽസ് മുഴുവൻ അതിനെക്കുറിച്ചാണ്. ഗോധ്ര ട്രെയിൻ ബേണിംഗ് ഇൻസിഡൻറ്റ് എന്തായിരുന്നു, അതിനുശേഷം നടന്ന ഗുജറാത്ത് റൈറ്റ് എന്താണ്, ഇത് തന്നെയാണ്. അത് കഴിഞ്ഞൊരു 20 വർഷമായി സംഘപരിവാർ അല്ലെങ്കിൽ BJP ജനം ചർച്ച ചെയ്യരുത്, ജനം ചിന്തിക്കരുത്, ജനം അതിനെപ്പറ്റി ഓർക്കരുത് എന്നാഗ്രഹിച്ച കാര്യം ഇന്ന് പുതിയ തലമുറ ഇന്ന് വ്യാപകമായി അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. വ്യക്തിപരമായി ഈ ജെൻസി ജനറേഷൻപ്പെട്ട കുറച്ചധികം പേർ എനിക്ക് വ്യക്തിപരമായിട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഇതെന്താ സംഭവം, ഞാൻ 10-24 വയസ്സ് വരെ ജീവിച്ചിട്ട് ഇതേക്കുറിച്ച് അറിഞ്ഞിട്ടേ ഇല്ലല്ലോ, ഇതെന്താണ് ഗുജറാത്തിൽ എന്താണെന്ന് നടന്നത് എന്ന് എന്നോട് ചോദിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഭാഗതയത്തെ മാറ്റിമറിച്ച ഒരു വലിയ സംഭവത്തെക്കുറിച്ച് അറിയാത്ത വോട്ടർമാരാണ് നമ്മുടെ വോട്ടർമാരിൽ 50%-ലധികം. അതൊരു ഭീതിപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ്. അതായത് ഇന്നത്തെ ഇന്ത്യ എങ്ങനെ ഉണ്ടായി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എങ്ങനെ പ്രധാനമന്ത്രിയായി, BJP എങ്ങനെ അബ്സല്യൂട്ട് മജോറിറ്റിയുടെ അധികാരത്തിലെത്തിയെന്ന് അറിയാത്തവരാണ് നമ്മുടെ വോട്ടർമാരിൽ 50% എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ഭീതിതമായൊരു സത്യമാണ്. പക്ഷേ സംഭവിച്ചത് എന്താണ്, ഇന്ന് ആ തലമുറ മുഴുവൻ ഇത് എന്താണ് എന്ന് പഠിക്കുകയാണ്, എന്താണെന്ന് അറിയാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ മുരളി ഗോപി അത് എഴുതിയതിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ച കാര്യം, സിനിമ തിയേറ്ററിലെത്തുകയും തിയേറ്ററിലെത്തി 1-ാം ദിവസം അതിനെതിരെ ഓപ്പോസിഷൻ ഉയർന്നപ്പോൾ, ക്രിറ്റിസിസം ഉയർന്നപ്പോൾ, അല്ലെങ്കിൽ ബഹിഷ്കരണാഹ്വാനം ഉയർന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം സഫലമായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, പ്രൊഡ്യൂസർമാരെക്കുറിച്ചും പ്രൊഡ്യൂസർമാരോടൊപ്പം തന്നെ ഉത്തരവാദിത്തമുള്ള ഡയറക്ടർക്കുമാണ്. അവരൊരു പ്ലാൻ ബി കണ്ടു, അവരൊരു കട്ട് പ്രഖ്യാപിക്കുന്നു, അവർ കട്ട് ചെയ്യുന്നു, വീണ്ടും സിനിമ ഇറക്കുന്നു. ഇപ്പോൾ ഇന്ന് നടന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു BJPയുടെ ജില്ലാ കമ്മിറ്റി അംഗം ഹൈക്കോടതിയിൽ പോയി ഈ സിനിമ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ പോയ ആൾ BJP തന്നെ പുറത്താക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? അതിനും വളരെ ഓവർലാപ്പിംഗ് ആയിട്ടുള്ള കുറേ എലമെൻറ്റ്സ് ഉണ്ട്. ഒന്ന്, ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, മോഹൻലാൽ, പൃഥ്വിരാജ് സുകുമാരൻ, മുരളി ഗോപി എന്ന 3 വ്യക്തികളാണ്. അതിൽ മുരളി ഗോപി ഒരു അറിയപ്പെടുന്ന RSS സപ്പോർട്ടറായിരുന്ന ഭരത് ഗോപിയുടെ മകനാണ്. മോഹൻലാൽ വളരെ എവിഡൻ്റായി, വളരെ വോക്കലായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിന് RSSകാരുമായിട്ട് നല്ല അടുത്ത സൗഹൃദമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വശാന്തി ട്രസ്റ്റ്, ആ ട്രസ്റ്റിൽ ഫൗണ്ടേഷൻ, ആ ട്രസ്റ്റിൽ എന്തുണ്ട്, RSSകാർക്ക് ബന്ധമുണ്ട്. യെസ്. അപ്പോൾ അങ്ങനെ സംഘം തങ്ങളുടെ ആൾ എന്ന് കരുതുന്ന മോഹൻലാൽ നായകനായ ഒരു സിനിമ സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട പൊളിറ്റിക്സിനെ എതിർത്തുകൊണ്ട് വരികയാണ്. പൃഥ്വിരാജ് സുകുമാരനായിട്ട്, ഇപ്പോൾ സുകുമാരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അച്ഛൻ, പൃഥ്വിരാജിൻ്റെ അച്ഛൻ RSS പരിപാടിയിൽ പങ്കെടുക്കുന്ന ഫോട്ടോകൾ പങ്കുവച്ചുകൊണ്ടുള്ള പഴയ BJP നേതാക്കളുടെയൊക്കെ പോസ്റ്റുകൾ ഇപ്പോഴും ഇപ്പോൾ വീണ്ടും ഫ്ലോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അദ്ദേഹം സംഘപരിവാറിനോട് അനുകൂല നിലപാടുള്ള ആളായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരുപാട് പോസ്റ്റുകൾ മുമ്പ് വന്നിട്ടുണ്ട്. അപ്പം എന്ന് മാത്രമല്ല, പൃഥ്വിരാജും ഇന്ദ്രജിത്തും ചെറുപ്പത്തിൽ ശാഖയിൽ പോയിട്ടുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് മല്ലിക സുകുമാരനാണ്. മുമ്പേ അവർ പറഞ്ഞിട്ടുണ്ട്. മല്ലിക സുകുമാരനാവട്ടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ മുൻനിർത്തിക്കൊണ്ട് BJP വോട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഇറക്കിയ ആളാണ്. അപ്പോൾ മോഹൻലാൽ, പൃഥ്വിരാജ്, മുരളി ഗോപി എന്ന് സംഘം തങ്ങളുടെ ആളുകൾ എന്ന് കരുതുന്നവർ. പൃഥ്വിരാജിനെ പറ്റി ആ ഒരു പ്രശ്നമുണ്ട്. പൃഥ്വിരാജ് മുമ്പ് പലവട്ടം സംഘപരിവാർ പൊളിറ്റിക്സിനെതിരെ പരസ്യമായ രംഗത്ത് വന്നിട്ടുണ്ട്. അത് ലക്ഷദ്വീപ് വിഷയത്തിലാണെങ്കിലും CA പ്രൊട്ടസ്റ്റിലാണെങ്കിലും. അപ്പോൾ പോലും ഒരു കൈവിട്ടുപോയൊരു കുഞ്ഞാട്, വേണമെങ്കിൽ തിരിച്ചു കൊണ്ടുവരാവുന്ന കുഞ്ഞാട് എന്ന രീതിയിലാണ് RSS പൃഥ്വിരാജിനെ കാണുന്നത്. പക്ഷേ ഈ സിനിമ ഇറങ്ങിയതോടെ പൃഥ്വിരാജിനെ പൂർണ്ണമായ ജിഹാദിയാക്കി മാറ്റുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ സുപ്രിയയെ വിളിക്കുന്നത്, അർബൻ നക്സൽ എന്നാണ് BJP വിളിക്കാൻ തുടങ്ങുന്നത്.